ആദ്യം ബി.ജെ.പിയുടെ പ്രതിനിധി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വന്ദേ മാതരം അത് മുഴുവൻ പാടാൻ ഞങ്ങൾക്ക് സൗകര്യപ്പെടില്ല. നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ പാടിക്കോ. നിങ്ങൾ സംഘ് പരിവാറിനെയും CPM-നെയും അതിശക്തമായി വിമർശിച്ച് ഡോക്ടർ ജിൻഡോ ജോൺ. വിമർശിച്ചത് എന്റെ പാർട്ടിയെയാണ് വിമർശിച്ചത് എന്നുള്ളത് ഒരു തരത്തിൽ എനിക്ക് അഭിമാനകരമാണ്. കാരണം അരുൺകുമാറിന് കിട്ടിയ അവസരത്തിൽ ഒരിക്കൽ പോലും സംഘപരിവാറിനെയോ ബി.ജെ.പിയോ വിമർശിച്ചില്ല. പകരം കേരളത്തിലെ വി.ഡി. സതീശൻ സർക്കാരിനെയും കോൺഗ്രസിനെയും കൃത്യമായിട്ട് വിമർശിക്കാൻ അവസരം ഉപയോഗിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എന്തായാലും ഇവരുടെ രണ്ടുപേരുടെ ശബ്ദം ഒരുപോലെ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് എളുപ്പമുണ്ട്. പക്ഷെ ആരും എനിക്ക് കുറച്ച് സമയം തരണം. ആദ്യം ബി.ജെ.പിയുടെ പ്രതിനിധി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വന്ദേ മാതരം അത് മുഴുവൻ പാടാൻ ഞങ്ങൾക്ക് സൗകര്യപ്പെടില്ല. നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ പാടിക്കോ. നിങ്ങൾ അതുകൊണ്ട് തൃപ്തി അടഞ്ഞോ. വന്ദേ മാതരം പാടിയത് കൊണ്ട് ചോദ്യപേപ്പർ ചോർന്നത് ശരിയാക്കപ്പെടില്ലല്ലോ. പെട്രോളിന്റെ വില കുറയില്ലല്ലോ. ഇവിടുത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്യുന്നതായിരിക്കും കുറെ കൂടി നല്ലത്. വന്ദേ മാതരം പാടുകയോ, നിങ്ങൾ കുറെ കാലം മുമ്പ് രാമക്ഷേത്രം ഉണ്ടാക്കാൻ വന്നു. രാമക്ഷേത്രം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തന്നെ കൊള്ളയടിച്ചു. ഇപ്പൊ അത് ആരാണ് കൊള്ളയടിച്ചെന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്തത്ര സകല സംഖ്യകൾ കൈയിട്ട് വാരി. എന്തിന് നരേന്ദ്രമോദിയുടെ യാത്രാപ്പടിയിൽ വരെ കൈയിട്ട് വാരുന്ന സംഖ്യകളായിട്ട് നിങ്ങൾ മാറി. സ്വന്തം പാർട്ടിയുടെ കൊടി മറച്ചു വിൽക്കുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറി. അപ്പോൾ നിങ്ങൾ വന്ദേ മാതരം പാടുന്നതാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പം. ഞങ്ങൾക്ക് അത് തോന്നുന്നില്ല. ബ്രിട്ടീഷുകാരോട് പോരാടിയ സമയത്ത് അത് മുഴുവൻ പാടണ്ട എന്ന് തീരുമാനിച്ച നേതാവിന്റെ പേര് മഹാത്മാഗാന്ധി എന്നാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നവരുടെ ചരിത്രം പേറുന്ന പിന്മുറക്കാരായിട്ടുള്ള നിങ്ങൾക്ക് ആ ചരിത്രത്തിൽ ഒന്നും അവകാശപ്പെടാനില്ല. ഗാന്ധി പറഞ്ഞതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം, നെഹ്റു പറഞ്ഞതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. ഇനി നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ജിന്നയുടെ സ്വരമാണ് ഈ വന്ദേ മാതരം മുഴുവൻ പാടാത്തതിന് കാരണം. ഏത് ജിന്നയെ കുറിച്ചിട്ടാ നന്ദു ഈ പറയുന്നത്? ജിന്നയുടെ സ്വരമായിരുന്നു അക്കാലത്ത് സവർക്കർക്ക്, അതുപോലെ തന്നെ ശ്യാമപ്രസാദ് മുഖർജിക്ക്, ഗോൾവർക്കർക്ക്. നിങ്ങളൊന്ന് ചരിത്രം പരിശോധിച്ചാൽ മതി, മനസ്സിലായില്ലേ? ജിന്ന രാജ്യം രണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടത് 1940 മാർച്ച് മാസത്തിൽ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷ പ്രസംഗത്തിലായിരുന്നെങ്കിൽ 1937 ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷ പ്രസംഗത്തിൽ അഹമ്മദാബാദിൽ വെച്ചിട്ട് സവർക്കർ പറഞ്ഞിട്ടുണ്ട് 2 രാജ്യമാക്കണം, അതാണ് കുറച്ചുകൂടി നല്ലതെന്ന്. മനസ്സിലായില്ലേ? 1943 ജിന്നയുമായിട്ട് എനിക്ക് ഒരു തർക്കവുമില്ല, അദ്ദേഹത്തിന്റെ ഡ്യുവൽ നേഷൻ തിയറിയെ അംഗീകരിക്കുന്നു എന്നാണ് സവർക്കർ പറഞ്ഞത്. അതൊക്കെ പോയി തിരുത്തിയിട്ട് ഞങ്ങളെ ചരിത്രം പഠിപ്പിക്കുക. ഇനി എന്നെ മാരിയെ അരുൺകുമാറിനെ താങ്കൾ കൊണ്ടുപോയി വന്ദേ മാതരം ആലപിക്കുന്ന മറ്റൊരാളുടെ പാട്ട് കേൾപ്പിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സൗകര്യമില്ല. നിങ്ങൾ കേൾപ്പിക്കുന്ന പാട്ട് കേട്ടിട്ടല്ല ഞങ്ങൾ രാജ്യത്ത് രാജ്യസ്നേഹികളായതും ഈ രാജ്യത്തിന്റെ ചരിത്രത്തോട് കൂറ് പുലർത്തി നിൽക്കുന്നതും. ഇന്നലെയായിരുന്നു ക്വിറ്റ് ഇന്ത്യ ദിനം. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നിങ്ങളുടെ റോൾ എന്തായിരുന്നു? അന്ന് നിങ്ങളുടെ ശ്യാമപ്രസാദ് മുഖർജിയും അന്ന് നിങ്ങളുടെ സവർക്കറും ഗോൾവർക്കറും ഒക്കെ പറഞ്ഞത് എന്താണെന്നറിയോ? ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പങ്കുചേർന്ന് നിങ്ങളുടെ കായിക ശേഷി നഷ്ടപ്പെടാതെ അവരോടൊപ്പം ചേർന്നുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾക്കെതിരെ, ആഭ്യന്തര ശത്രുക്കൾക്കെതിരെ പോരാടണമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ ചരിത്രം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഇനി അടുത്തത് നിങ്ങൾ പറയുന്നത് എന്താ? ബംഗാൾ വിഭജനം, അതിനുശേഷമാണ് പ്രശ്നം ഉണ്ടായത്. 1905-നും 30-നും ഇടയ്ക്ക് ചരിത്രം ഒന്നോട്ട് നന്നായിട്ട് വായിച്ചാൽ മതി നന്ദു, അപ്പൊ മനസ്സിലാവും. 30-നിടയ്ക്ക് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ട് ബംഗാൾ വിഭജനം നടന്നു. അതിനുശേഷം രാജ്യത്ത് 10-25 വർഷക്കാലം ആസൂത്രിതമായിട്ടുള്ള കലാപങ്ങൾ നടന്നിട്ടുണ്ട്. അതിനിടയിലാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുന്നത്, അതിനിടയിലാണ് RSS രൂപീകരിക്കപ്പെടുന്നത്, അതിനിടയിലാണ് ഇതുപോലുള്ള ആസൂത്രിതമായിട്ടുള്ള കലാപങ്ങളും അക്രമങ്ങളും അരങ്ങേറിയത്. ഇനി ഞാനൊരു കാര്യം കൂടി പറയാം. താങ്കൾ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ്. താങ്കൾക്ക് ചരിത്ര പഠനം കുറവാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ജിന്നയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ ഉണ്ടാക്കി പോയ അഖിലേന്ത്യാ മുസ്ലിം ലീഗിന് പകരമായിട്ട് ഈ രാജ്യത്തോട് കൂറ് പുലർത്തിയ യഥാർത്ഥ രാജ്യസ്നേഹികളായിട്ടുള്ള മുസ്ലിങ്ങൾ ഈ രാജ്യത്തുണ്ടാക്കിയ സംഘടനയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അത് നിങ്ങൾക്ക് രണ്ട് മാറിപ്പോകുന്ന എന്തുകൊണ്ടാണെന്നറിയോ? അന്ന് നിങ്ങൾ ഒളിവിലിരുന്ന് ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്യുന്ന തിരക്കിലായിരുന്നു. ഇനി ഇതേ മഹാത്മാഗാന്ധി തന്നെ, രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി, സംഘപരിവാറിന്റെ തോക്കിൽ നിന്ന് പറഞ്ഞ വെടിയുണ്ടയേറ്റ് മരണപ്പെട്ട വീര ദേശാഭിമാനിയായിട്ടുള്ള മഹാത്മാഗാന്ധി 1947 ഓഗസ്റ്റ് മാസം 29-ാം തീയതി രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി 14-ാമത്തെ ദിവസം വന്ദേ മാതരം ആലപിച്ചപ്പോൾ കൽക്കട്ടയിൽ നടന്ന യോഗത്തിൽ എഴുന്നേറ്റ് നിന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞ ബഹുമാനമൊന്നും മഹാത്മാഗാന്ധിക്ക് അക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഉൾക്കൊള്ളാത്ത ഒരു കാര്യത്തെ അങ്ങനെ അങ്ങ് ബഹുമാനിക്കേണ്ടെന്ന് മഹാത്മാഗാന്ധി അങ്ങ് തീരുമാനിച്ചു. 1939-ലും 37-ലും ഒക്കെ ഗാന്ധി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആരുടെയും മേൽ വന്ദേ മാതരം അടിച്ചേൽപ്പിക്കരുത് എന്ന്. ഇനി നിങ്ങൾ എന്ന് വാഴ്ത്തുന്ന ടാഗോറാണ് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവിനോടും ഗാന്ധിയോടും കോൺഗ്രസിനോടും ഈ രാജ്യത്തെ ദേശീയ പ്രസ്ഥാനത്തോടും പറഞ്ഞത്. അതിൽ കുറെ പ്രശ്നമുണ്ട്. എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആലപിച്ചാൽ മാത്രം മതി. എന്നെ കൊണ്ടോ ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരനെ കൊണ്ടോ മറ്റേതെങ്കിലും ജനവിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരെ കൊണ്ടോ മതവിശ്വാസികളെ കൊണ്ടോ ലക്ഷ്മി എന്നും ദുർഗ എന്നും പാടിക്കണമെന്ന് നിങ്ങൾ നിർബന്ധിക്കേണ്ട കാര്യമില്ല. യഥാർത്ഥ ദേശാഭിമാനികളായിട്ടുള്ള ഹിന്ദുക്കൾ പോലും അങ്ങനെ വിശ്വസിക്കുന്നില്ലല്ലോ. ഇപ്പോഴാണ് നിങ്ങളൊരു വന്ദേ മാതരം കൊണ്ടുവന്നിരിക്കുന്നത്. അത് കയ്യിൽ വെച്ചാൽ മതി. ചരിത്രം കുറച്ചുകൂടി പഠിച്ചിട്ട് സംസാരിക്കാൻ പറ്റുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്കൊരു ഉപദേശമുണ്ട്. ഇനി അരുൺകുമാറെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യം കിട്ടിയത്, തീർച്ചയായിട്ടും ജാമ്യം കിട്ടിയതിൽ വലിയ സങ്കടമുള്ള ഒരാളാണ് ഞാൻ വ്യക്തിപരമായി കൂടി. അതുപോലെയുള്ള വൃത്തികെട്ടവന്മാർ കേരളത്തിൽ 10 വർഷക്കാലം വൃത്തികേടും വിഷലിപ്തമായിട്ടുള്ള പ്രകടനങ്ങൾ നടത്തിയപ്പോ ഒരിക്കലെങ്കിലും നിങ്ങൾ ഒരു നടപടിയെടുത്തോ? TG മോഹൻദാസിനെ നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ 10 വർഷക്കാലം? എവിടെയായിരുന്നു പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ്? ഇനി കാപ്പ കേസിലെ ഗുണ്ട സുഗതന് മറ്റേ സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരം കിട്ടിയെന്ന്. കാപ്പ കേസിലെ ഗുണ്ടകളെ മാലയിട്ട് സ്വീകരിച്ച ഒരു വനിതാ ശിശുക്ഷേമ മന്ത്രി ഉണ്ടായിരുന്നു, വീണ ജോർജ്.
മുദ്രാവാക്യം വിളിച്ചൊരു ജില്ലാ സെക്രട്ടറി ഉണ്ടായിരുന്നു പത്തനംതിട്ടയിൽ. നിങ്ങൾ കാപ്പാ കേസും ഗുണ്ട കഥയൊന്നും പറയണ്ട. ഇനി സുഗതന് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് സൗകര്യം ചെയ്തു കൊടുത്ത ചിത്ര എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ ഇപ്പൊ എവിടെയാണെന്നറിയോ? സസ്പെൻഷനില്ല. ഈ സർക്കാർ സംവിധാനത്തിൽ സംഘപരിവാർ ബോധത്തോടുകൂടി UDF സർക്കാരിന്റെ കാലത്ത് പേനയൊന്നുന്ന ഒറ്റ ഒരാളും അങ്ങനെയൊന്നും സൗകര്യപ്രദമായിട്ട് ജോലി ചെയ്യുമെന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾ നടപടിയെടുക്കും. നിങ്ങൾ 10 വർഷക്കാലം നടപടി എടുത്തിരുന്നെങ്കിൽ ഇന്നും പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ചേട്ടനും മനിയനും ഒരേ ശബ്ദമാണെന്ന്. അങ്ങനെ ഒരേ ശബ്ദത്തിൽ സൈക്കിൾ വെട്ടിപ്പോയ ആളുടെ പേര് പിണറായി വിജയൻ. അതുകൊണ്ടാണ് 98-ൽ നിന്ന് 35-ലെത്തുകയും ഞങ്ങൾ 102 സീറ്റോടുകൂടി അധികാരത്തിൽ വരികയും ചെയ്തത്. ഞങ്ങളുടെ മാത്രം നേട്ടമാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, നിങ്ങളുടെ കയ്യിലിരിപ്പിന്റെ കൂടിയാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ എന്റെ ശബ്ദത്തെക്കുറിച്ച് ഒരുപാട് അന്വേഷിക്കാൻ പോകാതിരിക്കുന്ന താങ്കൾക്ക് നല്ലത്. ഇനി VC-മാരെ ഗവർണർ നിയമിച്ചതുമായി ബന്ധപ്പെട്ട തർക്കം വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും UDF-നും കോൺഗ്രസിനും ഒക്കെ അക്കാര്യത്തിൽ വിയോജിപ്പുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് വിധി കിട്ടാൻ വേണ്ടിയിട്ട് ഗവർണറുമായിട്ടുള്ള ചക്രവർത്തി പോരാട്ടം നടത്തി ഈ ഗതികേടിലേക്ക് കേരളത്തിൽ എത്തിച്ചത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ്. നിങ്ങൾ എത്ര VC-മാരെ മാറ്റി നിയമിച്ചു? എന്തായി? ഗോപിനാഥ് രവീന്ദ്രനെ പങ്കിട്ടെടുത്ത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ VC ആക്കി വെച്ചതിന് ശേഷമല്ലേ ബെഞ്ച് ഓഫ് തോട്ട്സ് പഠിക്കാൻ വെച്ചത്? അല്ലേ? കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അരുൺകുമാർ അന്ന് എതിർത്തിരുന്നോ? അജിത് കുമാർ പൂരം നൽകി BJP-ക്കാരെ പാർലമെന്റിലേക്ക് വിട്ടപ്പോ RSS-കാരെ 10 ദിവസത്തെ ഇടവേളകളിൽ RSS-ന്റെ ഉന്നത നേതാക്കന്മാരെ കണ്ടപ്പോ അരുൺകുമാർ ഒന്ന് എതിർത്തിരുന്നോ? ഒന്ന് ഒച്ച വെച്ചിരുന്നോ? ഒന്ന് രഹസ്യമായിട്ടെങ്കിലും ഒന്ന് നെടുവീർപ്പിട്ടിരുന്നോ? അത് ഇല്ലാത്ത ആളുകൾ അതിന് ശേഷിയുള്ളവരെ ആക്ഷേപിക്കരുത്. മനസ്സിലായില്ലേ? എനിക്ക് ആ ശേഷി ഉള്ളതുകൊണ്ട് അരുൺകുമാറോടൊപ്പം വന്ന് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ ധൈര്യത്തോടെ ഇരിക്കുന്നത്. അരുൺകുമാറെ, ഇന്നലെ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന പല വിഷയത്തിലും നിങ്ങളുടെ പല നേതാക്കന്മാരും വരുന്നുണ്ടായിരുന്നില്ല. ആയെങ്കിൽ അറസ്റ്റ് ചെയ്തപ്പോ നിങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ പല വിഷയത്തിലും നിങ്ങൾക്ക് ഇപ്പോഴും വരാൻ പറ്റുന്നില്ല, പ്രതിപക്ഷത്തെ എത്തിയിട്ടും. എന്തുകൊണ്ടാണെന്നറിയോ? 10 വർഷക്കാലം പിണറായി വിജയന്റെ ഒരേ സ്ഥലത്തിൽ സൈക്കിൾ വെട്ടിക്കൊണ്ട് നടത്തിയ ആ പരിപാടിയുടെ പാപഭാരം ഇപ്പോഴും നിങ്ങൾ വേട്ടയാടുന്നതുകൊണ്ടാണ്. അങ്ങനെ ഒരു പാപഭാരം വേട്ടയാടാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും അരുൺകുമാറിനോടൊപ്പം ചർച്ചയ്ക്കിരിക്കുന്നത്. അരുൺകുമാർ ദേശാഭിമാനിയും കൈരളിയും മാത്രമല്ലാതെ മറ്റു പത്രങ്ങളും ചാനലുകളും ഒക്കെ ഒന്ന് കണ്ടാൽ അപ്പോൾ ഞങ്ങളുടെ നിലപാട് എന്താണെന്ന് മനസ്സിലായിക്കോളും. If you haven't subscribed to the Najeeb C. Nilambur channel yet, subscribe now. Thank you.